എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൂർക്ക എങ്ങനെ എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാമെന്ന് നോക്കാം. മാത്രമല്ല, നമ്മൾ ഈ രീതിയിൽ തൊലി കളയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടും കറയൊന്നും ആവില്ല. സാധാരണ കൂർക്ക നന്നാക്കുമ്പോൾ കയ്യിൽ കറയൊക്കെ ആവുമല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം ഞാനിവിടെ കൂർക്ക നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി എടുക്കുമ്പോൾ തന്നെ ഇതിൽ കുറച്ച് തൊലിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂർക്ക വൃത്തിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമുക്ക് ഈ കൂർക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കൂർക്ക ഏതാണ്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിനനുസരിച്ച് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കുറഞ്ഞു പോകരുത്. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ശരിയായിട്ട് നമുക്കിത് കളഞ്ഞ് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യണം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുക്കർ അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. നമുക്ക് ലോ ഫ്ലെയിമിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിൻ്റെ പ്രഷർ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ പക്ഷെ നല്ല ചൂടാണ്. ഇപ്പം നമുക്ക് പറ്റില്ല. ഇനി ഇത് കുറച്ച് നേരം ചൂടാറാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു ഫാനിൻ്റെ അടിയിലോ മറ്റോ ചൂടാറാനായിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് കൂർക്ക വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൂർക്ക വൃത്തിയാക്കി ഇടാനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂർക്ക ഓരോന്നായിട്ട് കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിലെ തൊലിയൊക്കെ വളരെ എളുപ്പത്തിൽ പോകുന്നോളും. നമ്മുടെ കയ്യിൽ ഒട്ടും അഴുക്കൊന്നും ആവില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ തലേ ദിവസമൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കൂർക്ക വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കി നമുക്ക് കറികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തലേ ദിവസം രാത്രി നമ്മൾ കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് എടുത്ത് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കൂർക്കയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് നമുക്ക് ഉടനെ തന്നെ കറി വയ്ക്കാം. സമയമുള്ളവരാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ തലേ ദിവസം ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മിക്കവരുടെയും പ്രശ്നം കൂർക്ക ഇഷ്ടമാണെങ്കിലും ഈ കൂർക്ക നന്നാക്കാനുള്ളൊരു ബുദ്ധിമുട്ടും പിന്നെ കയ്യിൽ കറയാവുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പം ഇത് അങ്ങനെയൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് കൂർക്ക വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിനോട് അത്ര താല്പര്യം തോന്നുന്നില്ല എങ്കിൽ ഒരു പഴയ ചാക്ക് എടുത്തിട്ട് അതിൽ കൂർക്കിയിട്ട് നന്നായിട്ട് അടിച്ചടിച്ച് കൂർക്കയുടെ തൊണ്ട് കളഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 50% തൊണ്ടൊക്കെ പോവും. പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കൂർക്കയുടെ തൊണ്ട് കളഞ്ഞെടുക്കാം. അതും അല്ലെങ്കിൽ ഒരു അരിപ്പയുള്ള പാത്രം, കുറച്ച് അരമുള്ള പോലത്തെ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി കഴിയുമ്പോഴും അതിൻ്റെ ആ അരം കൊണ്ട്, പാത്രത്തിൻ്റെ ആ അരം കൊണ്ട് കൂർക്കയുടെ തൊണ്ടൊക്കെ പോയി കിട്ടും. അപ്പോൾ ഈ അരിപ്പക്കൊട്ട പോലത്തെ കൊട്ടകളൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനത്തെ കൊട്ടകളിലിട്ടും നമുക്ക് കൂർക്കയുടെ തൊണ്ട് കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ മെത്തേഡുകളിലൊക്കെ നമുക്ക് കൂർക്കയുടെ തൊണ്ട് എളുപ്പത്തിൽ കളഞ്ഞെടുക്കാം. പക്ഷേ അവസാനം പറഞ്ഞ രണ്ട് മെത്തേഡിലും ഒരു പോരായ്മ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ തൊലി പോവില്ല. പിന്നെ നമ്മുടെ കൈയൊക്കെ കറുത്ത കളറാവുകയും ചെയ്യും. പക്ഷേ ഈ ഒരു മെത്തേഡിൻ്റെ ഗുണം നമ്മൾ കുക്കറിലിട്ട് വിസിലടിച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊട്ടും കറുത്ത കളറൊന്നും ആവില്ല. കൈയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കൂർക്ക വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളിൽ ചിലവർക്കൊക്കെ ഈ മെത്തേഡ് അറിയാവുന്നതായിരിക്കും. അറിയാത്തവർക്ക് ഈ മെത്തേഡ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.